എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നുയർന്ന ആ ചരിത്രപരമായ വിജയഗാഹളം ഇന്ന് 7 കടലുകൾക്കപ്പുറം ശ്രീലങ്കൻ ദ്വീപ സമൂഹങ്ങളിലും പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ന്യൂസിലൻഡിനെ ഫൈനലിൽ വെണ്ണീരാക്കി ഭാരതം ലോക കിരീടം ചൂടിയപ്പോൾ ക്രിക്കറ്റ് ലോകം മുഴുവൻ ടീം ഇന്ത്യയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്ന സ്ഫോടനാത്മകമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ലങ്കൻ മണ്ണിൽ നിന്നുയരുന്നത്. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ കുമാർ സംഗക്കാര മുതൽ ലസിത് മലിംഗയും മുത്തയ്യ മുരളീധരനും വരെ ടീം ഇന്ത്യയുടെ അപ്രമാദിത്വത്തെയും അവർ ഉയർത്തിപ്പിടിക്കുന്ന അസാമാന്യമായ സംസ്കാരത്തെയും കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ കായിക ലോകത്ത് വൻ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ടീം ഇന്ത്യയെ ക്രിക്കറ്റിലെ പുതിയ ദൈവമെന്ന് വിശേഷിപ്പിച്ച 7 ലങ്കൻ വിശ്വവിജയികളുടെ വാക്കുകളാണ് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. ന്യൂസിലൻഡിന്റെ ആ ഹൃദയഭേദകമായ തോൽവിയെക്കുറിച്ചും അതിനുശേഷം മലയാളി താരം സഞ്ജു സാംസൺ നടത്തിയ ആ അവിശ്വസനീയമായ ത്യാഗത്തെക്കുറിച്ചും സംഘക്കാര വാചാലനായത് അതിഭാവുകത്വത്തോടെയാണ്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ക്രിക്കറ്റിനോടൊപ്പമാണ് ശ്വസിച്ചത്. മൈതാനത്ത് 10,000 വികാരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ഇന്ത്യൻ യുവാവ് ചെയ്തത് ക്രിക്കറ്റ് ചരിത്രത്തിലെ സകല നിർവചനങ്ങളെയും തകർക്കുന്നതാണ്, സംഘക്കാര വികാരാധീനനായി പറഞ്ഞു. തന്റെ കരിയറിലെ ഏറ്റവും വലിയ സമ്പാദ്യമായ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്ന മഹാപുരസ്കാരം തോൽവിയിൽ തകർന്നുപോയ കിവി താരം മിച്ചൽ സാന്നറുടെ കൈകളിൽ ഏൽപ്പിച്ചത് വെറുമൊരു ഔദാര്യമല്ല, അത് വിജയത്തിന്റെ പരകോടിയിൽ നിൽക്കുമ്പോഴും വിനയത്തോടെ താഴേക്ക് നോക്കാൻ കഴിയുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ആഴമാണ്. സഞ്ജു ആ അവാർഡ് കൈമാറിയപ്പോൾ സത്യത്തിൽ മരിച്ചുപോയ ക്രിക്കറ്റിന്റെ ആത്മാവ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇന്ത്യ ഇന്ന് വെറുമൊരു ലോക ചാമ്പ്യൻ ടീം മാത്രമല്ല, ആഗോള ക്രിക്കറ്റിന്റെ ധാർമ്മികതയുടെ കാവൽക്കാരാണ്. സംഘക്കാരയുടെ ഈ വാക്കുകൾക്ക് പിന്നാലെ യോർക്കർ കിങ് ലസിത് മലിംഗ അർഷ്ദീപ് സിംഗിന്റെ കാതിലായ ബൌളിങ്ങിനെയും വിനയത്തെയും കുറിച്ച് മനസ്സു തുറന്നു. അർഷ്ദീപ് സിംഗ് ഇന്ന് തന്റെ പന്തുകൾ കൊണ്ട് വിക്കറ്റല്ല, തന്റെ മനുഷ്യത്വം കൊണ്ട് എന്റെ ഹൃദയമാണ് എറിഞ്ഞു വീഴ്ത്തിയത്, മലിംഗ ആവേശത്തോടെ പറഞ്ഞു. ഒരു യോർക്കർ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ലോകകപ്പ് ഫൈനലിന്റെ ആ ഭീകരമായ സമ്മർദ്ദത്തിൽ കൃത്യതയോടെ പന്തെറിയുന്നത് എത്ര പ്രയാസകരമാണെന്ന് എനിക്കറിയാം. എന്നാൽ അതിലും വലിയ കാര്യം ഡാരിൽ മിച്ചലുമായി ഉണ്ടായ ആ ഉഗ്രമായ വാഗ്വാദത്തിന് തൊട്ടു പിന്നാലെ അർഷ്ദീപ് അദ്ദേഹത്തോട് താഴ്മയോടെ മാപ്പ് ചോദിച്ചതാണ്. മൈതാനത്ത് സിംഹത്തെ പോലെ ഗർജിക്കുകയും കളി കഴിഞ്ഞാൽ വിനയത്തിന്റെ ആൾ രൂപമാവുകയും ചെയ്യുന്ന ഈ ഇന്ത്യൻ പുലിക്കുട്ടികൾ മാനസികമായി എത്രത്തോളം കരുത്തരാണെന്ന് ഇത് തെളിയിക്കുന്നു. അർഷ്ദീപ്, നീ വിക്കറ്റുകൾ മാത്രമല്ല നേടിയത്, അതിർത്തികൾക്കപ്പുറം കോടിക്കണക്കിന് ആളുകളുടെ ആദരവും പ്രാർത്ഥനയുമാണ്. ലങ്കൻ ഇതിഹാസങ്ങളുടെ ഈ പ്രശംസാ പ്രവാഹം ഇവിടെയും അവസാനിക്കുന്നില്ല. ക്രിക്കറ്റിലെ മാസ്റ്റർ ബ്ലാസ്റ്റർ സനത് ജയസൂര്യ ഇന്ത്യൻ ടീമിന്റെ ഈ നിഭയമായ പോരാട്ടവീര്യത്തെ അതിശക്തമായ ഭാഷയിലാണ് വിലയിരുത്തിയത്. ലോകമിന്ന് ഒരു കാര്യം അംഗീകരിച്ചേ മതിയാവൂ, ഇത് പഴയ ഇന്ത്യയല്ല. പ്രതിരോധത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യയുടെ കാലം കഴിഞ്ഞു. ഇത് 2026-ലെ പുതിയ ഇന്ത്യയാണ്. ശത്രുവിന്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാനും അവരുടെ തട്ടകത്തിൽ കയറി വെല്ലുവിളിക്കാനും ഇവർക്ക് ഭയമില്ല. ജയസൂര്യയുടെ വാക്കുകളിൽ ആവേശമാണ് പൊട്ടി. ന്യൂസിലൻഡിനെ പോലൊരു അതിശക്തമായ ടീമിനെ ഫൈനലിൽ 96 റൺസിന് തകർത്തെറിയുന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല. അഭിഷേക് ശർമ്മയുടെ തണ്ടേടവും സഞ്ജുവിന്റെ ക്ലാസിക്കൽ ബാറ്റിംഗും ഇഷാൻ കിഷന്റെ പ്രഹരശേഷിയും എന്റെ പഴയ കാലത്തെ ഓർമ്മിപ്പിച്ചു. എന്നാൽ വിജയത്തിനു ശേഷം തോറ്റ ടീമിനെ കെട്ടിപ്പിടിച്ച് അവരുടെ കണ്ണീർ തുടയ്ക്കുന്ന കാഴ്ചയാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങൾ ലോകത്തെ കീഴടക്കുമ്പോഴും എതിരാളിയെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുമൊരു കളിക്കാരനല്ല, മഹത്വത്തിന്റെ കൊടുമുടിയിലാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെയും ഏകദിനത്തിലെയും വിക്കറ്റ് വേട്ടക്കാരനായ മുത്തയ്യ മുരളീധരൻ ഇന്ത്യയുടെ സ്പിൻ തന്ത്രത്തെയും ഐക്യത്തെയും കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ബഹുമാനമുണ്ടായിരുന്നു. അക്സർ പട്ടേൽ അഹമ്മദാബാദിലെ മണ്ണിലൊരുക്കിയ മാന്ത്രിക വല അസാമാന്യമായിരുന്നു. എന്നാൽ കളി കഴിഞ്ഞ് സഞ്ജു സാംസണും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും നിലത്തിരുന്ന് കരയുന്ന കിവി താരങ്ങളെ ചേർത്തുപിടിച്ച കാഴ്ച മുരളീധരന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ക്രിക്കറ്റ് വെറും റണ്ണുകളുടെയും വിക്കറ്റുകളുടെയും കളിയല്ലെന്നും അത് വികാരങ്ങളുടെ സംഗമമാണെന്നും ഭാരതം തെളിയിച്ചു. സഞ്ജു തന്റെ പുരസ്കാരം ത്യാഗം ചെയ്തത് വരും നൂറ്റാണ്ടുകളിൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായമായി മാറും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീലങ്കയുടെ തന്ത്രജ്ഞനായ ക്യാപ്റ്റൻ മഹേല ജയവർദ്ധനെ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തെ ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുമായിട്ടാണ് താരതമ്യം ചെയ്തത്. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ കാണുന്നത് അത്ഭുതകരമായ പക്വതയാണ്. ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്ക് ആദരവോടെ സൂര്യകുമാറിന്റെ പാദങ്ങളിൽ സ്പർശിക്കുന്നതും അർഷ്ദീപ് പരസ്യമായി മാപ്പു ചോദിക്കുന്നതും വെറുതെ സംഭവിക്കുന്നതല്ല. അത് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ വളർത്തിയെടുത്ത സംസ്കാരത്തിന്റെ വിജയമാണ്. ഓരോ താരവും തന്റെ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി നിൽക്കുന്ന ഒരു ഡ്രസ്സിംഗ് റൂമാണ് അദ്ദേഹം നിർമ്മിച്ചത്. ഇന്ത്യ ഇന്ന് ലോക ക്രിക്കറ്റിന്റെ യഥാർത്ഥ വിശ്വഗുരുവായി മാറിയിരിക്കുന്നു.
സ്കൂപ്പ് ഷോട്ടിന്റെ പിതാവ് തിലക്രത്ന ദിൽഷനും അജന്ത മെൻഡിസും ചേർന്ന് ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗിനെയും ബൌളിംഗിനെയും പ്രശംസിച്ചു. സഞ്ജുവിന്റെ ബാറ്റിംഗിനേക്കാൾ വലിയ ഹൃദയമാണ് അദ്ദേഹത്തിനുള്ളതെന്ന് ദിൽഷൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ബൌളർമാർ ന്യൂസിലൻഡിനെ ശ്വാസം മുട്ടിച്ചു എന്ന് മെൻഡിസ് സാക്ഷ്യപ്പെടുത്തി. ചുരുക്കത്തിൽ, ഈ 7 ഇതിഹാസങ്ങളുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു സത്യത്തിലേക്കാണ്. ഇന്ന് ലോകം ടീം ഇന്ത്യയുടെ പാദങ്ങളിൽ പ്രണമിക്കുകയാണ്. സഞ്ജുവിന്റെ ഉദാര മനസ്കതയും അർഷ്ദീപിന്റെ വിനയവും സൂര്യയുടെ നേതൃത്വവും ഇന്ത്യയെ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ടീമാക്കി മാറ്റി. എന്തായാലും സഞ്ജു സാംസൺ തന്റെ പുരസ്കാരം വിട്ടു നൽകിയത് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ നിമിഷമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ആവേശകരമായ അഭിപ്രായങ്ങൾ പ്രൗഡ് ഓഫ് ടീം ഇന്ത്യ എന്നും താങ്ക് യു ശ്രീലങ്ക എന്നും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭാരതത്തിന്റെ ഈ സംസ്കാരം ലോകം മുഴുവൻ ജയിച്ചു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.